പണ്ട് കാടായിരുന്നു, ഇപ്പൊ കാടൊന്നുമില്ല. എന്നാലും പേര് കാട്ടുപള്ളി എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും രക്തത്തിന്റെ കറയുണ്ടെന്നാണ്. അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇവിടെ വന്ന്, ഒക്കെ വിദേശികളാണ്. അറേബ്യ രാജ്യത്തു നിന്നുള്ളവർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഫലസ്തീനിൽ നിന്ന് വന്നവരുണ്ട്, പട്ടാളി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്ന, അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ നടന്ന ഒരുപാട് മക്കാമുകൾ കാണാം. ഇതിന് പുറമെ ധാരാളം മക്കാമുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മുടെ കാലിന് ചൂട്ടിലൊക്കെ മഹാന്മാര് കിടന്നുറങ്ങുന്നുണ്ടാവും. അള്ളാഹു ആരുടെയും കുരുത്തക്കേട് നമ്മുടെ ജീവിതത്തിൽ തരാതിരിക്കട്ടെ, നമുക്കൊക്കെ തരട്ടെ. ഇപ്പൊ നമ്മളുള്ള ദർഗ വസീറുൽ ആലം അമീർ അബ്ബാസ് മന്ത്രി, ബോർഡ് കണ്ടില്ലേ, തമിഴിനകത്ത് എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. തമിഴിൽ വായിക്കാൻ അറിയാത്തവർക്കും മലയാളം വായിക്കാം, അങ്ങനെ എഴുതിയിട്ടുണ്ട്. മഹാനുഭാവൻ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ നിന്ന്, തുർക്കിയിലെ രാജാവിന്റെ മന്ത്രിയായിരുന്നു അമീർ അബ്ബാസ് മന്ത്രി. മഹാനാകൻ ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു തആല മദീനക്കാരനാണ്. അവിടെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി വരുന്ന സമയത്ത് തുർക്കി രാജാവിന് കത്തെഴുതുകയും തുർക്കി രാജാവ് തന്റെ മന്ത്രിയായ അമീർ അബ്ബാസ് മന്ത്രിയെ കുറച്ച് ധാരാളം കുതിരകളും പടയാളികളുമായിട്ട് ഇബ്രാഹിം ബാദിഷാ തങ്ങളെ സഹായത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഇവിടെ വരികയും ഇബ്രാഹിം ബാദിഷാ തങ്ങളുടെ മന്ത്രിയായി സേവനം ചെയ്യുകയും ഇവിടെ വന്ന സമയത്ത് ധാരാളം ചരിത്രങ്ങൾ അത് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നില്ല, നമുക്ക് അവസാനം അത് പറഞ്ഞ് നമുക്ക് ദ്വാരക്ക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചുരുക്കി പറഞ്ഞാൽ ധാരാളം യുദ്ധ ദിവസങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് ദിവസം നീണ്ടു നിന്ന യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ മഹാനാകുന്ന അമീർ അബ്ബാസ് മന്ത്രിയെ ചതിച്ച് കൊലപ്പെടുത്തി ശത്രുക്കളെ നേരിട്ട് വരാൻ പേടിയായതിന്റെ പേരില് ചതിച്ച് ഒളിഞ്ഞിരുന്ന് കൊലപ്പെടുത്തി അങ്ങനെ ഷഹീദായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നവരാണ്. ശുഹദാക്കന്മാരുടെ പ്രത്യേകത എന്താ? അവർക്കൊരു പ്രത്യേകത പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. എന്താ പ്രത്യേകത? ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഈ നാട് ക്കന്മാര് അവര് രക്തത്തിൽ കുളിച്ച നാളെ ആ രക്തമൊലിക്കുന്ന വസ്ത്രത്തോടെ ആ വാളോടുകൂടി നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വരുമ്പോ അവരെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹ് മനസ്സറിഞ്ഞിട്ട് ഒരു സലാം, അസ്സലാമു അലൈക്കും യാ ഷഹീദല്ലാഹ്. സലാം പറയാ എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും യാ ഷഹീദല്ലാഹ്. മനസ്സറിഞ്ഞിട്ട് ആ മഖാമിൽ നോക്കിയൊരു സലാം പറയാ. നമ്മുടെ ദുആക്ക് മുതൽ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ് നേരെ ഹക്കീം ഡോക്ടറുടെ അവിടേക്കാണ് പോകേണ്ടത്. നേരെ അതിൻ്റെ ഉള്ളിൽ കയറണ്ട, പുറത്ത് നിന്നവരില്ലാരും ഒരുമിച്ച് നമുക്ക് അകത്ത് കയറാൻ തൗഫീഖ് ചെയ്യട്ടെ.